വിയർപ്പ് തുന്നിയിട്ട കുപ്പായം, അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം. കിനാവ് കൊണ്ട് കെട്ടും കൊട്ടാരം, അതിൽ മന്ത്രി നമ്മൾ തന്നെ രാജാവും. കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. കുതന്ത്രതന്ത്രമന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ. മക്കളെ, ലഹരി ഉപയോഗിക്കല്ലേ, അത് ചെകുത്താനാണ്. അമ്മയും അപ്പനെയും കരയുകയാണ്. ഇത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? നമ്മുടെ പ്രശസ്തമായ മഞ്ഞുമൽ ബോയ്സിലൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റിയിലൊക്കെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഒന്നാമത് നിൽക്കുന്ന നമ്മുടെ വേടൻ്റെ ഒരു വലിയ കോട്ടാണ്. ഇപ്പം അടുത്ത് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, പിന്നെ ആരാണ് ശ്രീനാഥ് ബാസി, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ലഹരിൻ്റെ കേസിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ വേടൻ പറഞ്ഞിട്ടുള്ള ഒരു വലിയ മഹത്തായ കോട്ടാണ്. അതെന്ത്, ലഹരി ഉപയോഗിക്കൽ അത് ചെകുത്താനാണ്. പക്ഷേ വേടന് കൊണ്ട് നടക്കാം, ബിക്കോസ് വേടൻ ഒരു റാപ്പറാണ്. ചെകുത്താൻ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് പുള്ളിക്കാരൻ അറിയാം. പക്ഷേ സാധാരണക്കാർക്ക് അതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങളാരും എന്ത് ചെയ്യരുത്, ലഹരി യൂസ് ചെയ്യരുത്. ഇപ്പോൾ വളരെ വിവാദമാവാൻ പോകുന്ന ഒരു വാർത്ത പുറത്തിറങ്ങിയിട്ടുണ്ട്. വേറൊന്നുമില്ല, വേടനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. വേറൊന്നിനുമില്ല, വീട്ടിൽ നിന്ന് കഞ്ചാവ് കണ്ടെത്തിയിരിക്കുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ന്യൂസിന്റെ. ഈ നിമിഷത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ലഹരി വേട്ടയിൽ കുടുങ്ങിയിരിക്കുന്നു റാപ്പറായ വേടൻ. വേടന്റെ ഫ്ളാറ്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. എറണാകുളം ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ബിനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയാണോ? 7 ഗ്രാം കഞ്ചാവാണ് അവിടെ നിന്ന് പിടികൂടിയത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എപ്പോഴായിരുന്നു പരിശോധന? മറ്റു വിവരങ്ങൾ? മാധു, രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിന്റെ പരിശോധന. കണിയാമ്പുഴയിലെ ഫ്ളാറ്റിലാണ് പരിശോധന നടത്തിയത്. റാപ്പർ വേടന്റെ ഫ്ളാറ്റാണ്. ആ ഫ്ളാറ്റിൽ നിന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് 5 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത്. ആ കഞ്ചാവ് ഈ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. ഇവിടെ ലഹരി ഉപയോഗമുണ്ട് എന്ന ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു രഹസ്യ വിവരം കിട്ടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തൃപ്പൂണിത്തുറ CA അടക്കമുള്ള സംഘം ഈ ഫ്ളാറ്റിലേക്ക് എത്തുകയായിരുന്നു. ഈ ഫ്ളാറ്റ് വൈറ്റ്ല മൊബിലിറ്റി ഹബിൽ നിന്ന് ഏതാണ്ട് 200 മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു ഫ്ളാറ്റാണ്. ആ ഫ്ളാറ്റിലാണ് ഈ റാപ്പർ വേടൻ താമസിച്ചിരുന്നത്. ആ ഫ്ളാറ്റിലാണ് പരിശോധന നടത്തിയത്. അവിടെ നിന്നാണ് ഇപ്പോൾ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. കുരുവി കൂട്ടും പോലെ കൂട്ടിയല്ലോ ഗഞ്ചാ കെട്ട്. സോറി, സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഇതൊക്കെ നമ്മൾ പറയില്ലേ, എന്താണ്, ആദ്യം താൻ നന്നാവ് എന്നിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇതാണ് സൊസൈറ്റീൻ്റെ അവസ്ഥ. സ്വന്തം നന്നായിട്ടില്ലെങ്കിലും ആളുകളെ നന്നാക്കാൻ ഇറങ്ങാൻ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇതിനൊക്കെ ഇപ്പം എന്താ പറയുക, പുള്ളിക്കാരൻ അത് ഉപയോഗിക്കും, പക്ഷെ ആളുകൾ അത് ഉപയോഗിക്കുന്ന വിലക്കും. അതിലിപ്പോൾ എന്താ കാര്യം? ഒന്നെങ്കിൽ നമ്മളത് ഉപയോഗിക്കാതെ സമൂഹത്തിന് നല്ലൊരു മാതൃകയാവാൻ നോക്കുക. അപ്പം തന്നെ കുറേ പേര് അതിൽ നിന്ന് മാറി വരും. ഇതിപ്പം അകത്തൊരു വിധം പുറത്ത് വേറൊരു വിധം ആണത്. ഈ ഒരു സിനിമേൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇപ്പം ഇതായി തുടങ്ങി. എന്ത്, ലഹരി ഇല്ലെങ്കിൽ ആർക്കും ഒന്നും പറ്റത്തില്ല. അവർക്ക് പാടണമെങ്കിൽ ലഹരി വേണം, അഭിനയിക്കണമെങ്കിൽ ലഹരി വേണം, ക്യാരക്ടർ പിടിക്കണമെങ്കിൽ ലഹരി വേണം, എല്ലാത്തിനും ലഹരി വേണം. അതില്ലെങ്കിൽ അഭിനയിക്കാൻ അറിയില്ല, പാടാൻ അറിയില്ല, സ്റ്റേജ് ഫിയർ ആണ്, എന്തൊക്കെ കാണാല്ലേ. ഇങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് പണ്ട് കാലഘട്ടങ്ങളിൽ അഭിനയിച്ച് പോന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ടിരുന്ന നമ്മുടെ യേശുദാസ്, MG ശ്രീകുമാർ, അഭിനയിച്ചുകൊണ്ടിരുന്ന മമ്മൂക്ക, ലാലേട്ടൻ, കോമഡി സീനൊക്കെ ഭയങ്കര അതിഗംഭീരമായി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ജഗദീഷ് ഏട്ടൻ, ജഗദീഷ് ശ്രീകുമാർ, പിന്നെ ആരാണ്, ഇന്നസെന്റ്, അങ്ങനെയുള്ള ആളുകളെയൊക്കെ പൂവിട്ട് പൂജിക്കണം. ഇപ്പോഴുള്ള ആളുകൾക്ക് എന്താണ്, ക്യാരക്ടറൊക്കെ പിടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വേണം. അതില്ലാണ്ട് അവർക്ക് ഒന്നുമില്ല. ഇതൊക്കെ വലിയ നാശത്തിലേക്കേ പോവുള്ളൂ. വീണ്ടും വീണ്ടും ചീത്തപ്പേര് സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. എന്തൊക്കെ കാര്യത്തിൽ, ലഹരീൻ്റെ കാര്യത്തിൽ, പെണ്ണുപിടീൻ്റെ കാര്യത്തിൽ. അതായത് സ്ത്രീകൾ അഭിനയിക്കണമെങ്കിൽ കിടന്നു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അഭിനയിപ്പിക്കാനുള്ള ഒരു ഇത് കിട്ടൂല. ഇതൊക്കെ ഒന്ന് മാറിയാൽ തന്നെ കേരളം മെച്ചപ്പെടുള്ളൂ, അല്ലെങ്കിൽ ഒരു മലയാളം ഫിലിം ഇൻഡസ്ട്രി മെച്ചപ്പെടുള്ളൂ. വേടന്റെ കേസ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഈ ഒരു പോസ്റ്റർ കണ്ട സമയത്ത് വേടൻ ഭയങ്കര സംഭവമാണ് കേട്ടോ. പുള്ളിക്കാരെ എങ്ങനെയൊക്കെ പാട്ട് പാടെങ്കിലും നമ്മൾ ഈ ഡബ്സീന ആൾക്കാർ കളിയാക്കുമല്ലോ, പുള്ളി വേറെ ഏതോ ലോകത്തു നിന്നാണ് പാട്ട് പാടാൻ സ്റ്റേജിൽ കയറുന്നത്. ഇപ്പം അടുത്ത് മറ്റേ ആരായിരുന്നു, മറ്റേ ഈ തൊണ്ടയിൽ അടപ്പ് കൂടിയൊരിടത്തും പാട്ട് പാടൂലേ, ഏതായിരുന്നു ആ പാട്ട്, അതും മറന്നുപോയി. ആ ചെങ്ങായി ഏതോ ഒരു പരിപാടിക്ക് പോയി 5 ലക്ഷം കണ്ട് വാങ്ങി, എന്താണ്, പാട്ടധികം പാടാണ്ട് ഇറങ്ങിപ്പോന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു സീനും കോൺട്രവേഴ്സീസും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. പേരറിയുന്ന ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തിട്ടേ കേട്ടോ. ആ പുള്ളിയും കണ്ടത് ഏതാണ്ടൊക്കെയോ വലിച്ചു കയറ്റിയിട്ടാണ് ആ പരിപാടി അങ്ങനെ കൊളാക്കി പോകുന്നതെന്നൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയില്ല, പെർഫോം ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളാരും ആ വഴിക്ക് പോകാതിരിക്കുക. കാരണം ഇത്തരത്തിൽ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ നല്ല കഴിവുള്ള ആളുകൾ ഒരുപാട് പേര് സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ മുമ്പോട്ട് വരാനുള്ളൊരു അവസരം കൂടെ കിട്ടും. നിങ്ങൾ ഒരു ഫെയിമിന് വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വായത്തൊന്ന് വിളിച്ചു പറഞ്ഞ് അതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നിങ്ങളെ മനസ്സിൽ ആരാധിച്ചു കൊണ്ട് നടക്കുന്ന ഒരുപാട് പേർക്ക് അത്
ഉൾക്കൊള്ളാൻ പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല. അന്ധം ഫാൻസ് എന്നൊക്കെ പറയില്ല അവർക്ക്. എന്തായാലും ഇത് ഒരു കോമഡി ആയിട്ടുണ്ട്. ഇപ്പം അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് നാക്കങ്ങോട്ട് വായിലേക്ക് ഇട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും അതാ വേടന്റെ ഫ്ലാറ്റിൽ നിന്ന് 5 ഗ്രാം കഞ്ചാവ് പിടികൂടിയിരിക്കുന്നു. കൊള്ളാം. ഇനിയിപ്പം വേടൻ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്, ഇത് എൻ്റെതല്ല, ഫ്ലാറ്റിൽ വന്ന് ആരോ വെച്ചതാണ്, അല്ലെങ്കിൽ കരുതി കൂട്ടി വെച്ചതാണ്, എന്നെ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ്, മുൻവൈരാഗ്യമുള്ള ആരോ വെച്ചതാണ്. അങ്ങനെ എന്തൊക്കെ ഓപ്ഷൻസ് കിടക്കുന്നു, ആര് വെച്ചു, എപ്പോൾ വെച്ചു എന്നൊക്കെ അങ്ങനെ അതൊക്കെ ഉൾട്ടയാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അറിയാലോ, ഇതും അതേപോലെ തന്നെ തേഞ്ഞു മാഞ്ഞൊക്കെ പോകും. ഇത് വേടൻ്റെ ആയിരുന്നില്ല എന്നോ, അല്ലെങ്കിൽ പിടിച്ചത് കഞ്ചാവായിരുന്നില്ല, വല്ല മറ്റേ നമ്മളെ കറിവേപ്പില ഉണക്കി പിടിച്ചതാണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എന്തായാലും ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാനൊരു കാര്യം പ്രത്യേകം പറയണം. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയം മറ്റുള്ളവരുടെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾ മദ്യപിക്കുന്ന ആളാണെങ്കിൽ മറ്റുള്ളവരെ മദ്യപിക്കരുത് എന്ന് പറയാനുള്ളൊരു റൈറ്റ് നിങ്ങൾക്കില്ല. നിങ്ങൾ നുണ പറയാത്ത ഒരാളാണെങ്കിൽ മറ്റൊരാളോട് നുണ പറയരുത് എന്ന് പറയാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല. അതുകൊണ്ട് ആദ്യം സ്വയം നന്നാവുക, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.